ഇന്നത്തെ കഥയുടെ പേരാണ് കുരുവിയും പൂച്ചയും. ഈ കഥ എഴുതിയ ആളുടെ പേര് S.R. ലാൽ എന്നുള്ള എഴുത്തുകാരൻ. അവധിക്കാലത്ത് വന്ന അമ്മു മുത്തച്ഛിയുടെ വീട് കണ്ടപ്പോൾ ഓർത്തത് അതൊരു മൃഗശാല പോലെ അവൾക്ക് തോന്നി. അവൾ മരങ്ങൾക്കിടയിലേക്ക് കണ്ണോടിച്ചപ്പോൾ കുറെ കിളികളെ അവൾ കണ്ടു. പിന്നെ വീട്ടിനകത്ത് കയറിയപ്പോൾ അവൾക്ക് തണുപ്പ് വന്ന് തൊട്ടതുപോലെ അവൾക്ക് തോന്നി. അപ്പൊ അവൾ നെറ്റിയിലും കഴുത്തിലും കൈ പതിപ്പിച്ചു നോക്കി. അവളുടെ അമ്മ അങ്ങനെ ചെയ്യാറുണ്ട്. ഇനി ഒരു മാസകാലം ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് ഓർക്കുമ്പോ അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. വീട്ടിൽ അമ്മൂമ്മയെ കൂടാതെ മറ്റാൾക്കാരുള്ളത് സുന്ദരിയും വീട്ടിൽ കുഞ്ഞുങ്ങളും ആയിരുന്നു. സുന്ദരി ഒരു പൂച്ചയാണ്. വഴിയിൽ ആരോ ഉപേക്ഷിച്ചതായിരുന്നു. വരും വഴി മുത്തച്ഛി കരഞ്ഞു വിളിച്ചോടി വന്നു. മുത്തച്ഛി സാധനം വാങ്ങിക്കുന്ന സഞ്ചിയിൽ അതിനെയും എടുത്തിട്ടു. സുന്ദരി പ്രസവിച്ചിട്ട് 3 മാസം ആയിട്ടുള്ളൂ. അതിന്റെ കുഞ്ഞുങ്ങൾ അമ്മുവിന്റെ കാലിൽ മുട്ടി. അവളെ ചിലപ്പോ പൂച്ചക്കുഞ്ഞുങ്ങൾ അമ്മു അമ്മു എന്നാ വിളിക്കുന്നതെന്ന് അവൾക്ക് ചിലപ്പോ തോന്നും. അവളുടെ നിഴലുകൾ പോകുന്നിടത്തോട്ടൊക്കെ കുഞ്ഞുങ്ങളും പോകും. വീടിന് പറമ്പിൽ മുല്ലപ്പൂ പടർ വീടിന് മുകളിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിൽ ഒരു കിളിക്കൂട് അമ്മുവാണ് കണ്ടെത്തിയത്. എപ്പോഴും മുല്ലപ്പൂവിന്റെ മണമാണ്. പിന്നീട് കുറച്ചു ദിവസങ്ങൾക്ക് അവിടെയായിരുന്നു അമ്മു. അതിനെ ശല്യപ്പെടുത്തരുത്, എങ്കിൽ അത് പിന്നെ ഇങ്ങോട്ട് വരില്ല, അമ്മൂമ്മ ഓർമ്മിപ്പിച്ചു. ആര് കേൾക്കാനാണമ്മു? അവൾ പിന്നെ അതിന്റെ ചോട്ടിൽ തന്നെയായിരുന്നു. കൂടെ അമ്മുവിന്റെ കുഞ്ഞുങ്ങളും സുന്ദരിയുടെ കുഞ്ഞുങ്ങളും. ഒരു നാൾ ഉറക്കമൊഴിഞ്ഞ് എണീക്കുമ്പോൾ കുറെ നിശാല ശബ്ദങ്ങൾ. അമ്മു എത്തി വലിഞ്ഞ് ജനലിൽ കൂടെ നോക്കി. ഹായ് കുഞ്ഞുങ്ങൾ! അത് അമ്മുവിനെ നോക്കി ശബ്ദം പുലർത്തി. അവയ്ക്ക് കുറച്ചു വെള്ളം കൊടുക്കാലോ എന്ന് തീരുമാനിച്ച് അടുക്കളയിൽ ചെന്നപ്പോ അപ്പോഴത്തേക്കും തള്ളക്കിളി വന്നു. അവ അമ്മുവിന്റെ നേരെ ദേഷ്യത്തോടെ ചെന്നു. അമ്മു പേടിച്ചോടി. കുറച്ചു ദിവസം കഴിഞ്ഞ് മുറ്റത്തിരിക്കുമ്പോ അതാ കുഞ്ഞുങ്ങൾ സ്നേഹത്തോടെ വന്ന് അമ്മുവിന്റെ കയ്യിലിരുന്നു. കുറച്ചു മാസം കഴിഞ്ഞപ്പോ അതുങ്ങൾ വേറെ കാറിന് ചുറ്റും പറന്ന് സങ്കടങ്ങൾ അറിയിച്ചു. അമ്മു, അടുത്ത മാസം അച്ഛനും അമ്മയും വഴിയല്ലേ? അമ്മ പറഞ്ഞു.
അവൾ അടുത്ത വർഷം വന്നില്ല. വന്നത് 3 വർഷം കഴിഞ്ഞ്. അവൾ വന്നപ്പോ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ നല്ല സങ്കടമായിരുന്നു. ഒരു പൂച്ചക്കുട്ടി പറഞ്ഞു, ഇത് മുമ്പേ കണ്ട കൊച്ചൊന്നും അല്ലല്ലോ, ഇതേതാ? വീട്ടിനകത്ത് കയറിയപ്പം അമ്മ മൊബൈലും ടിവിയൊക്കെ എടുത്ത് ആരോടോ ഫോണിൽ സംസാരിക്കുമായിരുന്നു. അമ്മുവിൻ്റെ സുന്ദരിയുടെ കുഞ്ഞുങ്ങളായ ഒരു കുഞ്ഞിപ്പൂച്ച ദരിദ്രം കൂടി അമ്മുവിൻ്റെ മുറിയിലേക്ക് ഓടിച്ചെന്നു. അമ്മു കാലും കൊണ്ട് അതിനെ തട്ടി നീക്കി. കസേരയ്ക്ക് സമീപം ചെന്നിരുന്ന കുരുവികളെയും അവൾ കണ്ടാതായി. നടിച്ചില്ല. അമ്മു വളരണ്ടായിരുന്നു അല്ലേ? പൂച്ചകളും കുരുവികളും സങ്കടം പങ്കുവച്ചു. താങ്ക് യു.